ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് തന്നെയായിരുന്നു അർജുൻ്റെ അല്ലെങ്കിൽ ലോറിക്ക്. ഞങ്ങളുടെ ആഗ്രഹം ആ ലോറിക്കെങ്കിലും എന്ത് പറ്റി എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ നിർത്തിക്കാനുള്ള കാരണം. തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ്. ജിതിൻ്റെ ഭാര്യ അർജുൻ്റെ സഹോദരി 2 ദിവസം മുൻപാണ് ഇവിടുന്ന് മടങ്ങിയത്. ആ സമയത്ത് അവൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വണ്ടി എങ്ങനെങ്കിലും എടുത്തു തരുന്നില്ല ഉറപ്പ് ഇവിടുന്ന് ഇവർ തന്നതാണ്. അപ്പം നമുക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവിടെ വളരെ വികാരത്തോടു കൂടിയാണ് കഴിഞ്ഞ എല്ലാ ദിവസവും ഇവിടെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ജിതിൻ്റെ ഭാര്യ അർജുൻ്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെ അർജുൻ്റെ സഹോദരൻ ഉൾപ്പെടെ ഇവിടെ ദിവസങ്ങളായി കാത്തിരുന്നതാണ്. ആ കാത്തിരിപ്പിന് ഒരു വിരാമം ഉണ്ടാവുന്നു. അർജുൻ്റെ ലോറി കണ്ടെത്താനാവുന്നു. ആ ലോറിയിൽ അർജുനുണ്ട് എന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. അതാണ് മനാഫ് നേരത്തെ സൂചിപ്പിച്ചത്. SDRFിൻ്റെ സംഘാംഗങ്ങൾ അതിനകത്ത് പരിശോധന നടത്തി അവിടെ നിന്ന് സാന്നിധ്യം കണ്ടെത്താനാവുകയാണെങ്കിൽ കരയിലെത്തിക്കാനുള്ള ശ്രമമാണിപ്പോൾ പുരോഗമിക്കുന്നത്. ഡ്രഡ്ജറിലുണ്ടായിരുന്ന ക്രെയിൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ അർജുൻ്റെ ലോറി ഉയർത്തിയിരിക്കുന്നത്. അത് കരയിലെത്തിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ഡ്രഡ്ജറിലുണ്ടായിരുന്ന മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് വലിയ വാഹനത്തിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയത്. അതിനുശേഷം മുങ്ങൽ വിദഗ്ധർ പരിശോധിച്ച് ആ ലോറിയുടെ ഭാഗത്ത് ക്രെയിൻ ഉപയോഗിച്ച് ഹുക്ക് ചെയ്തു വെച്ചു. കൃത്യം 3 മണിക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ പങ്കാളിത്തത്തോടുകൂടി സാന്നിധ്യത്തിൽ അത് ഉയർത്തി. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ അതിൻ്റെ തുടക്കം മുതൽ ഈ തെരച്ചിൽ പ്രവർത്തനത്തിൻ്റെ ഏകോപനത്തിൻ്റെ ഏറ്റെടുത്തതിന് ശേഷം വളരെ സജീവമായി തെരച്ചിലിന് നേതൃത്വം കൊടുത്ത സതീഷ് കൃഷ്ണ സെയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പങ്കാളിത്തത്തിലാണ് ഇപ്പോൾ ഈ ലോറി ഉയർത്തിയിരിക്കുന്നത്.